മനു ഏതായാലും ഇതാ ഇവിടെ ഈ പ്രദേശവാസികളും വളരെ സജീവമായി ഇങ്ങനെ നിൽക്കുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ മാഷിനെ ഞാൻ രാവിലെ കണ്ടു. ജോസ് മാത്യു സാറ് നമ്മൾ ഈ തുരങ്കപാത ഉണ്ടാക്കിയപ്പോ അതിന് ആദ്യം ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി. ആ ജനകീയ കമ്മിറ്റിയുടെ ആദ്യത്തെ കമ്മിറ്റിയുടെ കൺവീനർ കൂടിയാണ് ജോസ് മാത്യു. രാവിലെ അദ്ദേഹത്തിന്റെ കൂടി ഒരു അനുഭവവും അല്ലെങ്കിൽ കേൾക്കേണ്ടതുണ്ട്. മാഷേ, തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷകരമായ ഒരു ഇതിലൂടെയാണ് നമ്മുടെ ഈ മലയോര മേഖല ഒന്നാകെ ഞങ്ങളെല്ലാവരും ആവേശത്തിലാണ്. കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായി ഞങ്ങൾ നടത്തിയിട്ടുള്ള അവിടെ കൂട്ടായി നടത്തിയിട്ടുള്ള ശ്രമത്തിൻ്റെ നിരന്തര ശ്രമമായിരുന്നു ഫലമായിട്ടാണ് തീർച്ചയായിട്ടും ഇതുണ്ടാക്കുന്ന മാറ്റം എന്തായിരിക്കും എന്ന് പ്രവചിക്കാൻ കഴിയില്ല. അത്രയധികം മാറ്റം തീർച്ചയായിട്ടും വയനാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും എല്ലാം വരുത്താൻ ഇതിന് കഴിയും. ഞങ്ങളെല്ലാവരും ആവേശത്തിലാണ്. ഞങ്ങൾ അതിൻ്റെ പങ്കാളികളായി വളരെ സന്തോഷത്തോടു കൂടി ഇന്നത്തെ ദിവസത്തെ വലിയൊരു പരിശ്രമത്തിന്റെ അല്ലേ? എന്താ പേര്? ജമീഷ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ പുതിയ പാത വരുമ്പോൾ? ഇവിടെ മാത്രമല്ല, രാജ്യം മുഴുവൻ ഇപ്പൊ നിങ്ങളെ ശ്രദ്ധിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ മലയോര മേഖലയാകെ ഇതൊരു ഉത്സവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും അതിന്റെ ആവേശത്തിലുമാണ്. കാരണം ഇതുകൊണ്ടുണ്ടാകുന്ന നാടിനുണ്ടാകുന്ന വികസനത്തെക്കുറിച്ചും നമ്മുടെ പ്രിയപ്പെട്ട MLA പിന്നെ തീർച്ചയായിട്ടും ടിൻഡോ ജോസഫിനൊപ്പം ഈ നാടൊന്നാകെയുണ്ട്. ഞങ്ങൾ മാത്രമല്ല, ഈ നാടൊന്നാകെയുണ്ട്, ഒരുമിച്ചാണ്. ഈ മുഖ്യമന്ത്രി പറഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചങ്ങ് ഇറങ്ങുമല്ലോ. തീർച്ചയായിട്ടും ഈ നാടൊന്നാകെ വികസന വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഇത് പറയുമ്പോൾ MLA ഒരു കാര്യം കൂടി, ഒരു ഘട്ടത്തിൽ നമ്മൾ ഇതിന്റെ തുടക്ക സമയത്ത് പ്രതിപക്ഷ നേതാവിന്റെ എതിർപ്പൊക്കെ കണ്ടിരുന്നു. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്താണ്? പ്രതിപക്ഷ നേതാവ് ഇതൊരു കാരണവശാലും നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി കഴിയും, തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ ആരും, ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഉൾപ്പെട്ട ആളുകൾ പോലും ഈ പദ്ധതി വേണമെന്ന ആവശ്യക്കാരാണ്. അപ്പോൾ അദ്ദേഹത്തെ തള്ളുന്ന നിലപാട് സ്വീകരിച്ചു. അദ്ദേഹം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ വിളിച്ച് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഈ പദ്ധതി നാടിന് ആവശ്യമാണ് എന്ന് പറയാൻ വേണ്ടി. നാടിന് ആവശ്യമുള്ള പദ്ധതിയെ തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലേക്ക് ആളുകൾ മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ തിരുത്തേണ്ടി വരുന്ന സാഹചര്യം. രസകരമായ കാര്യം ഇന്നലെ കണ്ടു. ടി സിദ്ദിഖിന്റെ ഒരു പോസ്റ്റ് ശ്രദ്ധിച്ചിരുന്നു. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പടം, ലിൻഡോയുടെ നമ്മുടെ പൊതുമരാമത്ത് വയനാട് MP-യുടെ പടമൊക്കെ വെച്ചിട്ട് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് ദുബായിലായി, നന്നായില്ലേ? തീർച്ചയായും പ്രതിപക്ഷ നേതാവിനെ ജനമാണ് തിരുത്തിയത്. ഈ വിഷയം അടിയന്തരമായി വേണ്ടതാണ്, ഈ നാട്ടിൽ ഇത് അനിവാര്യമാണെന്ന് ജനം ചിന്തിച്ചു. അതുകൊണ്ട് സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരൻ ചിന്തിച്ചു, അവർ മാറ്റിയതാണ്, നിലപാട് മാറി. എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ, അപ്പൊ ഈ നാട്ടിലെ മനുഷ്യരുടെ പൾസ് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന ഒരു സാഹചര്യം പ്രതിപക്ഷ നേതാവിന് ഉണ്ടാകുന്നുണ്ടോ? ആവർത്തിച്ച് ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം അദ്ദേഹമാണ് അത് തിരുത്തേണ്ടുന്നത്. നാടിന് വേണ്ടുന്ന വികസന പദ്ധതികൾ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് നാട് മുന്നോട്ട് പോകുമ്പോൾ അതിനൊപ്പം സഞ്ചരിക്കാൻ ജനങ്ങളെ പര്യാപ്തമാക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ കടമ. ആ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം അവർ നിറവേറ്റണമല്ലോ. അത് നിറവേറ്റുന്നതിന് അവർ വലിയ വീഴ്ച ചെയ്യുമ്പോൾ ഈ മലയോര ജനത അവരുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി എന്നും പടപൊരുതുന്ന ഒരു കൂട്ടരാണ്, മനുഷ്യരാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് ആവശ്യം. ഇങ്ങനെ യാത്രാ ദുരിതം മാറണം, നല്ല ജീവിതം ഉണ്ടാകണം, നമ്മുടെ സാധ്യതകളിലേക്ക് വളരണം. അതിനനുസരിച്ച് വിദഗ്ധ പരിശോധനകൾ നടത്തിയ ഒരു പദ്ധതിയിലേക്ക് പോകാൻ ഇതിനെ എല്ലാത്തിനെയും ഒരുപോലെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണോ തുരങ്കപാതയിലേക്ക് സർക്കാർ പോയത്? ഒരു അനുഭവത്തിൽ നിന്ന് എന്താ പറയാൻ കഴിയുക? ഇപ്പോൾ മാഷ് പറഞ്ഞ പോലെ 10 വർഷമായിട്ട് അതിന് തന്നെ ഈ പുതിയ ഒരു ബദൽ പാതയെക്കുറിച്ചുള്ള വലിയ ചർച്ച നടക്കുന്ന, ആവശ്യം ഉന്നയിക്കുന്ന ഒരു നാടാണ്. അവിടേക്കാണ് ഈ സർക്കാർ അതുമായി വന്നിട്ടുള്ളത്. അല്ല, ഇത് തുരങ്കപാതയല്ല ആദ്യം ഉദ്ദേശിക്കുന്നത്, ബദൽ പാതയാണ്. ബദൽ പാത എന്നുള്ള നിലയിൽ 2006 നമ്മൾ ആദ്യത്തെ ഒരു പ്രകടന പത്രികയിൽ വന്നില്ല. ബദൽ പാത പ്രകടന പത്രികയിൽ 2006 വന്നു. ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടന പത്രികയിൽ 2006 വന്നു. അന്ന് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട ജോർജൻ തോമസിൻ്റെ നേതൃത്വത്തിലൊരു വനയാത്ര നമ്മൾ സംഘടിപ്പിച്ചെടുത്തു. ഇവിടേക്ക് വയനാട്ടിലേക്ക് ഒരു എളുപ്പവഴി സാധ്യതമാണോ എന്നുള്ള പരിശോധന നടത്തി. പക്ഷേ ആ വനയാത്രയോട് കൂടി ഈ ഒരു കാര്യം ബോധ്യപ്പെട്ടത് അത് സാധ്യമല്ലെന്ന് ബോധ്യപ്പെട്ടു. പിന്നീടാണ് ഈ തുരങ്കപാത എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വരുന്നത്. ഇവിടുത്തെ ചില കക്ഷികൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളെ സമീപിച്ചു, നമ്മൾ ആലോചിച്ചു സാധ്യമാണോ. പിന്നീട് നമ്മുടെ പ്രകടന പത്രികയിൽ തുരങ്കപാത എന്നുള്ള പ്രപ്പോസൽ വരികയാണ്. 2021 LDF സർക്കാരിന്റെ 16 തുരങ്കപാത എന്ന പ്രപ്പോസൽ നമ്മൾ പ്രകടന പത്രിക 2016 ആ പ്രകടന പത്രികയാണ് യഥാർത്ഥത്തിൽ വഴിത്തിരിവായത്. അപ്പോൾ ഒരു പ്രപ്പോസൽ 2016 വെച്ചു. 2016 നമ്മൾ MLA വന്നു. നമ്മൾ MLA വന്നപ്പോൾ നമ്മളൊരു കമ്മിറ്റി രൂപീകരിച്ചു. മുഖ്യമന്ത്രിയെ ആദ്യമായി സമീപിക്കുകയാണ് ചെയ്തത്. ഇവിടുത്തെ MLAയും അന്നത്തെ പാർട്ടി ഏരിയ സെക്രട്ടറി ടി വിശ്വനാഥനും അതുപോലെ ഇവിടുത്തെ ബിഷപ്പ്, നമ്മുടെ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്നുള്ള ജോസ് മാത്യു, ഇവർ 4 പേരും പോയിട്ടാണ് ആദ്യമായി മുഖ്യമന്ത്രിയെ കാണുന്നത്. അതാണ് ആദ്യത്തെ അനുഭവം. അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പോസിറ്റീവായിട്ടുള്ള ഞങ്ങൾ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ഉറപ്പാണ് ഇതിൻ്റെ തുടക്കമായത്.
ആ തുടക്കത്തിൽ നിന്നാണ് നമ്മൾ പിടിച്ചിട്ടാണ് പിന്നീട് തുരങ്കപാത എന്ന് പറയുന്ന ഇന്ന് കാണുന്ന ഈ വലിയ സംവിധാനത്തിലേക്ക് മാറി എന്നുള്ളതാണ് അഭിമാനകരമായ കാര്യം. ഇതിനെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ വാക്കാണ്. ആ ഉറപ്പാണ് യഥാർത്ഥത്തിൽ തുരങ്കപാത ഉറപ്പാക്കിയിരിക്കുന്നത്. LDF സർക്കാരിന്റെ ഉറപ്പാണല്ലേ? തീർച്ചയായും. അല്ല, ഞാനതാണ് പറഞ്ഞത്. നേരത്തെ MLA പലയിടത്തും ഇത് പറയുന്നത് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചതാണ്. കാരണം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളിൽ, അപ്പോൾ അത് വിഴിഞ്ഞമാവട്ടെ, നമ്മുടെ ദേശീയപാതയുടെ വികസനമാവട്ടെ, കേരളത്തിൽ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി എന്നുള്ളതാവട്ടെ, ഏത് പദ്ധതിയുടെ കാര്യത്തിൽ ഇപ്പം നന്നായി MLAക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിലൊക്കെ കേരളത്തിന് ഏറ്റവും വലിയ സമരം നടന്ന കയ്യിലാണ്. ഇതാണ്. അതെ അതെ അതെ. ഇതെല്ലാം പിന്നെ ഗെയിലാവട്ടെ, പിന്നെ നമ്മുടെ ഹൈവേ ആവട്ടെ, എല്ലാ പ്രശ്നങ്ങളും ഉള്ള നാടാണ് ഇവിടെ. ഇവിടെയാണ് ഇതിന്റെ എല്ലാം ടയറൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചു. അതും ഈ മണ്ഡലത്തിലാണ്. അതുകൊണ്ടാണ് ഓർമ്മിച്ചത്. തീർച്ചയായും.